ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്ന് അറബിക് മട്ടൻ അലീസ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ റമദാനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ അലീസയാണ്. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുള്ള ബോൺലെസ് മട്ടനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോനോളം വരും കേട്ടോ. അപ്പോൾ ഒരു സവാള തിന്നായി അരിഞ്ഞത് വേണം, 2 ഏലക്കായ, ചെറിയൊരു കഷ്ണം പട്ട, 5 കുരുമുളക്, 1 ഗ്രാമ്പു, 1 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചത്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി ഈ ഒരു ഏലക്കായ, അതുപോലെ തന്നെ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ആ ഒരു സവാള അരിഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പട്ടയും ഗ്രാമ്പും ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു മട്ടൺ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിനൊന്നും അളവില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു മട്ടൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മട്ടനും ഗോതമ്പും ഒരുമിച്ചിട്ടിട്ടും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യം ചെയ്യുന്നത് ഈ ഒരു മട്ടനെ ഒന്നൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 5 വിസിലൊക്കെ വന്നിട്ടുണ്ടാവും. നല്ലതായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മട്ടനെയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഈ ഒരു സമയത്ത് നമുക്കിതിലുള്ള ആ ഒരു ഏലക്കായ, അതുപോലെ തന്നെ കുരുമുളക്, അതെല്ലാം എടുത്ത് മാറ്റാം കേട്ടോ. ഇനി ആ ഒരു ഏലക്കായൊക്കെ നമുക്കിതിൽ നിന്ന് ഒഴിവാക്കാം. മട്ടനെ നമുക്കിതിൽ നിന്ന് അരച്ചെടുക്കാം. കുത്തിയ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 5-6 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നാലും മതി. അപ്പോൾ കുത്തിയ ഗോതമ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ അലീസയുടെ ഗോതമ്പ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1.25 കപ്പ് ഗോതമ്പ് കുതിർത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പ് നമ്മൾ കുതിർത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ആ ഒരു പാല് പിഴിഞ്ഞ് വരുന്ന ഒരു പരുവത്തിലായിരിക്കണം ഗോതമ്പ് ഇങ്ങനെ നെക്കി നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു പരുവത്തിൽ അത് നല്ലതായിട്ട് നമുക്ക് സോക്കായി കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്തുള്ള മട്ടനും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗോതമ്പും മട്ടനും കൂടെ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു തവി വെച്ചിട്ട് ഈ ഒരു മട്ടനെ നന്നായിട്ട് ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേവിച്ചതാണല്ലോ, അപ്പോൾ അതിങ്ങനെ അരച്ചാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഈ കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 3 ഇരട്ടിയോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 8 വിസിലൊക്കെ വന്ന് കാണും. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഏകദേശം ഒരു 25 മുതൽ ഒരു 30 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നല്ലതായിട്ട് വെന്ത് അലിഞ്ഞു വരുന്നൊരു പരുവത്തിലായി കിട്ടണം. അപ്പോൾ ഈ ഒരു പട്ടയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊരു തവി വെച്ചിട്ട് ഉടച്ചെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹാൻഡ് ബ്ലെൻഡറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. മിക്സിയുടെ ജാറിലിട്ടിട്ടും അരച്ചെടുക്കാം. ചൂടോടുകൂടി അരച്ചെടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മാക്സിമം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ഇതൊന്നുകൊണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തവി വെച്ചിട്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒരു 2ാം പാൽ ഒഴിച്ച് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാള വളരെ തിന്നായി അരിഞ്ഞ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർത്തിട്ടാണ് നമ്മളിത് സാധാരണ സെർവ് ചെയ്യുക. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് തന്നെ ആ ഒരു നെയ്യും അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നമ്മളിത് മിക്സാക്കി ഉടച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഞാനിവിടെ ഒനിയൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെർവ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്ത ഒനിയനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അറബിക് അലീസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ചിക്കൻ അലീസയുടെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കാണാത്തവരുടെ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.